السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. കാരുണ്യവാനായ റബ്ബ് നമുക്കൊക്കെ നൽകിയ നിഅമത്തുകളെക്കുറിച്ച് ഒരു വേള നാം ഒന്നിരുന്ന് ചിന്തിച്ചാൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് നമ്മുടെയൊക്കെ നാടുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കരയിൽ നിർഭയത്വത്തോടുകൂടെ മുസ്ലിമായ നമുക്ക് മുസ്ലിം ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും വെച്ച് പുലർത്തി ഇബാദത്തുകൾ ചെയ്യുന്നതിനോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനോ യാതൊരു തടസ്സവുമില്ലാത്ത നിലക്ക് അള്ളാഹു നമുക്ക് ഏറ്റവും വലിയ നിഅമത്ത് സമ്മാനിച്ചിരിക്കുകയാണ്. പൊതുവെ നാം ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ മറ്റുതര രാജ്യങ്ങളിൽ ഉള്ള സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതലായി നമുക്ക് നമ്മുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്നും ദുഃഖകരമായ ചില വാർത്തകൾ കേൾക്കുന്നത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കുന്നില്ല. എങ്കിലും അല്ലാഹു തആല മറ്റുതര രാജ്യങ്ങളിലേക്ക് നാം നമ്മുടെ ജീവിതം, നമ്മുടെ നാടിൻ്റെ അവസ്ഥ തുലനം ചെയ്ത് നോക്കുമ്പോൾ അള്ളാഹു നൽകിയ നിഅമത്ത് എത്രയോ വലുതാണ്. നമുക്കറിയാം, നമ്മുടെ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഇറാനിലും മറ്റു രാജ്യങ്ങളിലൊക്കെയുള്ള മുസ്ലിം സഹോദരങ്ങൾ ഓരോ ദിവസവും പുലരുമ്പോഴും അവരൊക്കെ വളരെ പേടിയിലും ഭയത്തിലുമാണ്. ഏത് ഭാഗത്തുനിന്ന് എങ്ങനെയാണ് അക്രമങ്ങൾ വരുന്നത് എന്നറിയാതെ ഏത് സമയത്തും മരണം സംഭവിക്കാം. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിർഭയത്വമില്ലാത്തൊരു ജീവിതമാണ് അവർക്കൊക്കെ അവരുടെയൊക്കെ നാടുകളിലുള്ളത് എങ്കിൽ അല്ലാഹു തആല നമുക്ക് നൽകിയതോ ഏറ്റവും വലിയ നിഅമത്ത് തന്നെയല്ലേ. ഇതെല്ലാം നാം ഒരു വേള ഒന്നിരുന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഈ നിഅമത്തുകളൊക്കെ നാം അനുഭവിക്കുമ്പോൾ റബ്ബ് നൽകിയ നിഅമത്തുകൾക്ക് അങ്ങേയറ്റത്തും ശുക്ർ ചെയ്യേണ്ടത് കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം തുർമുദി ഉബൈദ് ബിൻ മുഹ്സിൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി. ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ, അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് നിർഭയത്വത്തോടുകൂടെ ഓരോ ദിവസവും നേരം പുലരാൻ വേണ്ടി സാധിക്കുന്നു. മുആഫാ ഫീ ജസദിഹി, അദ്ദേഹത്തിന് കാര്യമായ രോഗങ്ങളൊന്നുമില്ല. അള്ളാഹു ബലാ മുസീബത്തുകൾ നൽകി പരീക്ഷിച്ചിട്ടില്ല, വലിയ വലിയ രോഗങ്ങൾ നൽകി പരീക്ഷിച്ചിട്ടില്ല. ആഫിയത്തുണ്ട്, ആരോഗ്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇൻദഹു ഖൂതു യൗമിഹി, അവനെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കും അന്നത്തെ ദിവസം യഥേഷ്ടം ഭക്ഷിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എങ്കിൽ ഫകഅന്നമാ ഹീസത ലഹു ദുനിയാ, ദുനിയാവ് മുഴുവൻ ലഭിച്ചതിന് സമാനമാണ്. അത്രക്കും വലിയ നിഅമത്താണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിഅമത്തുകൾക്കൊക്കെ നാം മനസ്സറിഞ്ഞ് റബ്ബിനോട് ഓരോ നിഅമത്തുകൾ അനുഭവിക്കുമ്പോഴും അൽഹംദുലില്ലാ പറയാൻ നമുക്ക് സാധ്യമാകണം. കാരണം മറ്റു രാജ്യങ്ങൾ ഇതിലേക്ക് ഞാൻ തട്ടിച്ചു നോക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ രാജ്യം, പ്രത്യേകിച്ച് വിശേഷിച്ച് നമ്മുടെ കേരളക്കര, എല്ലാ അർത്ഥത്തിലും നിർഭയത്വത്തോടുകൂടെയാണ് നാം ഓരോ ദിവസവും പിന്നിടുന്നത്. ഓരോ വക്തിലും 5 നേരം കൃത്യമായി നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ആരെയും ഭയപ്പെടാതെ, ഒരു ശത്രുവിനെ ഭയപ്പെടാതെ നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകാം, ഖുർആൻ ഓതാം. നമുക്ക് നമ്മുടെ ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കുന്ന യാതൊരു തടസ്സവും അല്ലാഹു തആല നൽകിയിട്ടില്ല. ഒരു ശത്രുവിനും ഭയപ്പെടാത്ത ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നു. അള്ളാഹു നമുക്ക് ഹലാലായ ഭക്ഷണം നൽകിയിട്ടുണ്ട്, ആരോഗ്യം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം എപ്പോഴും നാം മനസ്സറിഞ്ഞ് ചിന്തിക്കുകയും റബ്ബിന് അങ്ങേയറ്റം നന്ദി പ്രകടിപ്പിക്കാൻ തയ്യാറാവുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും മുസ്ലിം ഉമ്മത്തിന് മുഴുവനും നിർഭയത്വത്തോടുകൂടെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവന് പ്രീതി സമ്പാദിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ശത്രുക്കൾ അള്ളാഹു തആല പരാജയപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.